ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് അല്ലെങ്കിൽ എന്നും നമ്മളോട് റിക്വസ്റ്റ് വരുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസും ബോഡിയും ഒരേപോലെ കളർ വയ്ക്കാനും അതേപോലെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് കളർ വയ്ക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാറുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് നമുക്ക് എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ട് ആവുന്നത് അതിൽ വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു 10 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക. പക്ഷെ ഞാൻ ഈ പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒറിജിനൽ തന്നെ കിട്ടണം. എങ്കിലാണ് നമുക്ക് ആ ഒരു എന്താ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിന് സ്വർണ്ണ നിറം നൽകാൻ കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ്, നമ്മളിത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കളർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും, അതായത് ഒരു 2 to 3 ഷെയ്ഡ് വരെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും. അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് കിട്ടില്ല കേട്ടോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഒരു 2 to 3 ഷെയ്ഡ് വരെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറാനായിട്ടും, പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും, ഡാർക്ക് സ്പോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും, പിഗ്മെന്റേഷൻ, ഡിസ്കളറേഷൻ അതൊക്കെ മാറാനായിട്ട്, സ്കിൻ നല്ല പോലെ തിളക്കത്തോടെ ഇരിക്കാനും, നല്ല എന്താ പറയാ, അത് ആ ഒരു ഇൻഗ്രീഡിയന്റിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചർമ്മത്തിന് സ്വർണ്ണ നിറം നൽകാൻ കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിലാണ് ഈ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് അശോകത്തിൻ്റെ പട്ട. അതായത് നമ്മൾ അശോക മരം ഉണ്ടല്ലോ, അശോകത്തിൻ്റെ മരത്തിൻ്റെ തൊലി എടുത്ത് ഉണക്കി പൊടിച്ചതാണ്, അതാണ് അശോകപ്പട്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 1 ടേബിൾ സ്പൂൺ അശോകത്തിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. പട്ടയുടെ പൗഡറാണ്. അശോകത്തിൻ്റെ പൂ വേണമെങ്കിലും എടുക്കാം. പട്ടയിൽ അത്ര ബെനിഫിറ്റ് പൂവിന് സ്കിന്നിന് കിട്ടില്ല കേട്ടോ. ഉള്ളി കഴിക്കാനാണ് പൂ ഏറ്റവും നല്ലത്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാവരുടെ വീടിൻ്റെ മുറ്റത്തുണ്ടാവും അശോകമരം. ഉള്ളവർക്കെല്ലാം ആ ഒരു തൊലി വിരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി ജസ്റ്റ് ഇടികല്ലിലൊക്കെ ഇടിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാവുന്നതാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് കുഴപ്പമില്ല എന്ന് പറയാം. ഇത് ഒറിജിനലാണോ നമുക്ക് അറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് അറിയില്ലല്ലോ ഇതിനകത്ത് ചേർത്തേക്കുന്ന പൗഡർ എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് അശോകത്തിൻ്റെ പട്ടയായിട്ട് വാങ്ങി പൊടിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ അങ്ങാടി കടകളിലൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, ഡിപ്പെൻഡിങ് ഓരോ ഏരിയയിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരിക്കും നമുക്ക് റേറ്റ് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഒറിജിനൽ അശോകത്തിൻ്റെ പട്ട ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും പാക്ക് തയ്യാറാക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വഴിയേ എങ്ങനെയാണ് അശോകപ്പട്ട ഇരിക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അശോകത്തിൻ്റെ പട്ട നമ്മുടെ ചർമ്മത്തിന് സ്വർണ്ണ നിറം നൽകാൻ കഴിവുള്ള ഒന്നാണ് നമ്മുടെ അശോകത്തിൻ്റെ മരം എന്ന് പറയുന്നത്. അശോകം എന്ന് വെച്ചാൽ ശോകം അകറ്റുന്നതാണ് അതിൻ്റെ ആ ഒരു അർത്ഥം തന്നെ. കാരണം അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ആ ഒരു മരം കൊണ്ട്. അതിൻ്റെ ഇലയും കായും പൂവും തണ്ടും വേരും ഒക്കെ വളരെ ബെനിഫിറ്റ്, ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം അശോകത്തിൻ്റെ പട്ടയുടെ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഹണി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലുമാണ് മിക്സ് ചെയ്യാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ മിക്സ് ചെയ്യാനായിട്ട് സ്യൂട്ടാവുന്നത്, നമുക്ക് പാല് സ്യൂട്ടാവുന്നവരുണ്ടാവും, തൈര് സ്യൂട്ടാവുന്നുണ്ടവരാവും, പിന്നെ ടൊമാറ്റോ പൾപ്പ്, പൊട്ടറ്റോ ജ്യൂസ്, അപ്പോൾ നമുക്ക് ഏതാണോ. അതേപോലെ തന്നെ ഗ്രീൻ ടീയുടെ ടോണർ വെച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാൻ എടുക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചോദിക്കരുത്. അശോകപ്പട്ടയ്ക്ക് പകരം വേറൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അശോകപ്പട്ട തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഫുൾ ബോഡി കളർ വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് ഒരു 3 മന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്കിലാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണോ അതേ വീണ്ടും കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്താലും നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് കിട്ടിയ സ്കിൻ കളർ ആയാലും സ്കിന്നിൻ്റെ ഹെൽത്ത് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയാൽ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്കിൻ കെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമുക്ക് റിസൾട്ട് കിട്ടുന്നവരെ അപ്ലൈ ചെയ്യുക, അതിന് ശേഷം സ്കിൻ കെയറും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.
അപ്പം എന്താണ് കുറച്ച് തരിയായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് പാക്കാണ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം ഒന്ന്, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് മാത്രം വാഷ് ചെയ്യുക. കുറച്ച് തരികളുള്ളതാണ്, കാരണം അശോകത്തിൻ്റെ പട്ടയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അശോകത്തിൻ്റെ പട്ട ഇരിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ. ഇതേമാതിരിയാണ് നമുക്ക് അശോകത്തിൻ്റെ പട്ട ഇരിക്കുന്നത്. എല്ലാ അങ്ങാടിക്കടകളിലും ഒക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, പക്ഷേ പല സ്ഥലത്തും കിട്ടാൻ പാടാണ്. മാത്രമല്ല കുറച്ച് കോസ്റ്റ്ലിയാണ്. അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഇതേമാതിരിയാണ് ഇരിക്കുന്നത് കേട്ടോ, കണ്ടു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇടുന്നതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എന്താണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തത്. അശോകത്തിൻ്റെ പട്ടയാണ്. പട്ടയ്ക്കും പൂവിനും നല്ല ബെനിഫിറ്റാണ്. പക്ഷേ പട്ടയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. പൂവിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇന്റേണലായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ അശോകത്തിൻ്റെ പൂവ് വെച്ചിട്ട് നമുക്ക് ലേഹ്യം ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ ഒരു 1.5 വർഷം മുമ്പേ, അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേ ആവണം ഞാൻ ആ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ലേഹ്യം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേഹ്യം നമുക്ക് സെയിലിലുണ്ടായിരുന്നു. കഴിച്ചവർക്ക് എല്ലാം നല്ല ബെനിഫിറ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് പൂ കിട്ടാനില്ല. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അശോകത്തിന്റെ പൂവും പട്ടയൊക്കെ ഭയങ്കര റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എവിടെയും കിട്ടാനില്ല. അത്രയും റെയറായിട്ട് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. മാത്രമല്ല നമ്മളിത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പൊടിയായിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലത്, ഓൺലൈനായിട്ട് പൊടിയായിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇതേപോലെ തൊലിയായിട്ട്, അതായത് അശോകത്തിന്റെ പട്ട എന്ന് പറഞ്ഞാൽ മേൽത്തൊലിയാണ്. ഇതേപോലെ മേൽത്തൊലിയാണ് കേട്ടോ കിട്ടുന്നത്. ഇത് പട്ടയാണ്, ഒറിജിനൽ പട്ടയാണ് കേട്ടോ. ഞാൻ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് പേരുടെ വീടിന്റെ മുറ്റത്തുണ്ടാവും നമുക്ക് ഈ അശോകത്തിന്റെ മരം. അപ്പൊ ജസ്റ്റ് പട്ട മാത്രമായിട്ട്, ആ തൊലി മാത്രമായിട്ട് ഉരിഞ്ഞ് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി ചെറിയ പീസാക്കി വെച്ച് ഉണക്കണം. എന്നിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് വളരെ ബെനിഫിറ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ അറിയാം. അപ്പൊ അത്രത്തോളം ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പൊ ഇതാണ് ഒറിജിനൽ അശോകത്തിന്റെ പട്ട. അങ്ങാടിക്കടകളിലൊക്കെ അവൈലബിൾ ആണ്. വളരെ റെയർ ആണ് കിട്ടാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ എല്ലാ അങ്ങാടിക്കടകളിലും അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ അങ്ങാടിക്കടയിൽ ചോദിച്ചു നോക്കുക. റേറ്റ് ഓരോ സ്ഥലത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഓൺലൈനായിട്ട് വാങ്ങുമ്പം നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങുക. പക്ഷെ ഓൺലൈനായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങുമ്പം അത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം പല സ്ഥലത്തും എന്താ പറയുക, പല കമ്പനിയാണ്. അതുപോലെ തന്നെ ആ ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ അശോകപ്പട്ട തന്നെ ആയിരിക്കണമെന്നില്ല, നമുക്ക് അറിയില്ലല്ലോ. അത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വാങ്ങാം. ഇപ്പൊ ഞാൻ കാണിച്ച ബ്രാൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡായിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്തിടത്തോളം കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൗഡറായിട്ട് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ തന്നെ നേരിട്ട് പോയിട്ട് വാങ്ങിച്ച് നമ്മൾ തന്നെ പൊടിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ സ്യൂട്ട് ആവുന്നത് അത് തന്നെ എടുക്കാം. അപ്പൊ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഫേസ് പാക്ക് ഇട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിനുശേഷം വൈപ്പ് ഓഫ് ചെയ്യും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, സ്ക്രബ് ചെയ്ത്. ഡെയിലി ബേസിസിൽ അത് വേണ്ട കേട്ടോ. അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ്. പക്ഷേ എങ്കിൽ നമ്മൾ മസാജിങ്ങും സ്ക്രബും നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് ഇതിനെ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഭയങ്കരമായിട്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഗ്ലോയിങ് ആവും. നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഗ്ലോയിങ് ആവും കേട്ടോ.
അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള എന്ത് പിഗ്മെന്റേഷൻ ആയിട്ടും പാടുകളായാലും ഒക്കെ നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാനും സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി മാക്സിമം നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതായിരിക്കും നമുക്ക് ഏറ്റവും ബെനിഫിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.